പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പോർക്കും അതുപോലെ തന്നെ ബീഫും കൂടി കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു സൂപ്പാണ് കേട്ടോ. ഇവിടെ വന്നേപ്പിനെയാണ് ഈ സൂപ്പിനോട് കുറച്ച് ഇഷ്ടം അങ്ങോട്ട് കൂടിയത്. ഇന്നലെ എനിക്ക് നൈറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ ഫേസൊക്കെ നല്ല ടയേർഡായിട്ടിരിക്കണേ കേട്ടോ. ഇവിടെ സൂപ്പ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അതായത് നമുക്കുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ്, അതായത് നമ്മൾ ഈ സാമ്പാറിനൊക്കെ വെക്കുന്ന പച്ചക്കറികളൊക്കെ ഇല്ലേ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി, അതൊക്കെ കേട്ടോ. അല്ലാതെ നമ്മുടെ വെണ്ടയ്ക്കൊന്നും ഇടരുത്. അങ്ങനെയൊക്കെ ഇട്ടുക. പിന്നെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു വെജിറ്റബിൾ, അതും പിന്നെ കോളിഫ്ലവർ, ബ്രൊക്കോളി, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ ഒണിയൻ, ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് സൂപ്പ് ഉണ്ടാക്കാൻ പോണേ. അതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോയുടെ സോസ് ഒഴിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത്തിരി ഉപ്പുപൊടി ഇട്ടിട്ട് ഈ നമ്മുടെ ബീഫാണോ അല്ലെങ്കിൽ പോർക്കാണോ അതോടെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ. ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1 അവറോളം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടാണ് അത് സൂപ്പായിട്ട് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരു തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഈ പുഴുങ്ങി കഴിക്കുന്നതാണോ ഇത്ര വലിയ ഇത് എന്ന് തോന്നും. പക്ഷേ ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഒരു പ്രത്യേകതര ഫീലാണ്. അതും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മാൾട്ടയിൽ നല്ല തണുപ്പും കാറ്റും കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ്. മൂടി പൊതിഞ്ഞ് കിടക്കുന്ന ഈ കാലാവസ്ഥയിൽ ഇങ്ങനെ ഇടയ്ക്കൊരു സൂപ്പൊക്കെ കഴിക്കുന്നതും നല്ലതാണ്. ഈ വസ്ത്രയിൽ പുതിയ കളക്ഷൻസൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഞാൻ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാറ്. പറ്റുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടും ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ കുറച്ച് കളക്ഷൻ കാണിച്ചു തരാം. അത് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഇഷ്ടപ്പെടുന്നവർ ഓർഡർ ചെയ്തവരും കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കി കേട്ടോ. ഈയിടെയായിട്ട് ഫുഡൊന്നും പ്രോപ്പറായിട്ട് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഒരു മീൽ പ്രിപ്പൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനും ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട്. ഒരു വീക്കിലോട്ട് വേണ്ടിയിട്ടുള്ള മീൽ പ്രിപ്പൊക്കെ ഇനി ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ മന്തിലോട്ടുള്ള ഷോപ്പിംഗ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്താലാണ് നമുക്കൊന്ന് എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ടേബിൾ പോലെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം ഒന്നും സക്സസ് ആയിട്ട് കിട്ടാറില്ലെങ്കിലും എനിക്ക് നല്ലൊരു ആംബിയൻസ് കിട്ടിയാലാണ് കുക്ക് ചെയ്യാനൊരു പീസ്ഫുൾ മൈൻഡൊക്കെ കിട്ടുള്ളൂ. നാട്ടിൽ നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ അതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. ഇതുപോലത്തെ ചെറിയ എന്തെങ്കിലും സൂപ്പൊക്കെയാണ് സെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അധികം സമയം എടുക്കില്ല, പണിയും കുറവാണ്. എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ഹാമ്പേഴ്സിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് തയ്ക്കാനും ഉണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാനുള്ള സർപ്രൈസ് ഗിഫ്റ്റും പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരുടെ ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് ഒരു 3-4 ഓർഡർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഓർഡേഴ്സും ഒന്നും ഞാൻ എടുക്കാറില്ല, കാരണം എൻ്റെ ടൈമും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടല്ലോ. റെഡ് റിബണൊക്കെ മേടിച്ചിട്ട് നല്ല കിട്ടിലൻ റോസസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് ഞാൻ അടുത്ത ദിവസം എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം റോസ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നോടി കാണിച്ചു തരുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം ആ ഒരു വീഡിയോ എന്തായാലും ആഡ് ചെയ്യാം. ഇവിടെ ബീഫ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിക്കുന്നത്. പോർക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ മുറിക്കുന്നത്. അത് ബീഫ് ഏതാ പോർക്ക് ഏതാന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുറിച്ചെടുക്കുന്നത്. എനിക്കത്ര പോർക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഈ ഒരു സൂപ്പിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഫ്ലേവറൊക്കെ കിട്ടും. ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പ് ഫിഷ് സൂപ്പാണ്. ഫിഷ് സൂപ്പ് ഞാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് വാളംപുളി പിഴിഞ്ഞൊഴിക്കും കേട്ടോ, ആ ഒരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ്. വന്ന് ഹെൽത്തി ആയിട്ടുള്ളതും കുറച്ച് സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല, പക്ഷേ എല്ലാ ദിവസവും എനിക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമ്മുടെ മിഖായൽ ബൊട്ടിക്കല്ല, നമ്മുടെ മിഴി വസ്ത്ര ബൈ ജിസ്ബി എന്ന് പറഞ്ഞ് ഒരു വെബ്സൈറ്റും അതുപോലെ തന്നെ ഇതും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഓർഡേഴ്സും നല്ല റെസ്പോൺസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് കൂടുതലും ഞാൻ ഇത് ചെക്ക് ചെയ്യുന്നത്. അപ്പോഴായിരിക്കും കുറേ മെസ്സേജൊക്കെ വന്നിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് കുറേ പേർക്ക് റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആവുന്നൊക്കെ ഉണ്ട്, കാരണം എനിക്ക് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ചാണ് റിപ്ലൈ തരുന്നത്. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ സൈഡിൽ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. നല്ല കിട്ടില്ലൻ സാരീസാണ്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ വീട്ടുകാരോ അങ്ങനെയൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ അത് കസ്റ്റമറിൻ്റെ കൈ കിട്ടിയിട്ട് അവർ പറയുന്ന ഒരു റിയാക്ഷൻ കേൾക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നത് കേട്ടോ. ഇത് ഓപ്പണിംഗ് വീഡിയോ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എനിക്കൊരു ഓപ്പണിംഗ് വീഡിയോ അയച്ചു തരണം. ജിനി എന്ന് പറഞ്ഞൊരു കസ്റ്റമറാണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പണിംഗ് വീഡിയോ അയച്ചു തന്നതാണ്. അത് നല്ല കിട്ടലായിട്ട് ഞാൻ വിചാരിച്ച പോലെ അവരെൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഫോട്ടോയിൽ കാണുന്ന അതേ സാധനമാണ് നമുക്ക് കയ്യെ കിട്ടിയെന്നുള്ളത് പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും സന്തോഷമാകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെയാണ് നമ്മൾ എല്ലാ സാരീസും കൊടുക്കുന്നത്. അത് പ്യുവർ വിസ്കോസും പ്യുവർ ഫെഡി സാറ്റിൻ മെറ്റീരിയൽസും പിന്നെ അതുപോലെ തന്നെ ഓർഗൻസയുടെ തന്നെ വിസ്കോസ് ഓർഗൻസ നല്ല തളർന്ന് എടുക്കുന്ന മെറ്റീരിയൽസൊക്കെയാണ്
അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്യാനുള്ളവർ ഓർഡർ ചെയ്യാം കേട്ടോ. ഞാൻ താഴത്തെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒത്തിരി കളക്ഷൻസ് നമ്മുടെ പേജിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ മറ്റേ ഇൻസ്റ്റഗ്രാം പേജ് എടുത്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒത്തിരി കളക്ഷൻസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അങ്ങനെ കുറേ കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ആ പേജ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് DM ചെയ്താൽ മതി കേട്ടോ. ഇന്ന് തന്നെ കൊടുക്കേണ്ട ഒരു ഡ്രസ്സ് എനിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ മെറ്റീരിയലാണ് കേട്ടോ. ഏകദേശം ഒരു 9 യൂറോളം മീറ്ററിന് വരുന്ന മെറ്റീരിയലാണിത്. നാട്ടിലൊക്കെ നമുക്ക് ഏകദേശം ഒരു 900 രൂപയൊക്കെ വരും ഈ ഒരു സാധനത്തിന് മീറ്റർ എന്ന് പറയുമ്പോൾ, കൺവേർട്ട് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് എനിക്കൊരു റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രോക്കാണ് തയ്ക്കേണ്ടത്, ഒരു ഡ്രസ്സ് പോലത്തെ ഒരു മോഡൽ. അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഡബിൾ പീസായിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അടിയിൽ ഫ്രില്ലൊക്കെ വരുന്ന ഒരു ടോപ്പ്, നോർമലായിട്ടുള്ളൊരു ടോപ്പാണ്. എനിക്ക് റെഫറൻസ് എങ്ങനെയാണോ തന്നെ ആ ഒരു റെഫറൻസിൽ തന്നെയാണ് കേട്ടോ തയ്ച്ചു കൊടുത്തത്. പിന്നെ ആകെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത് ഫുൾ കൈ വേണം, ഫുൾ കൈയുടെ അറ്റത്ത് വരുമ്പോൾ ഒരു ചെറിയൊരു അലാസ്റ്റിക് കൊടുക്കണം എന്നായിരുന്നു. ടോട്ടലി മെറ്റീരിയൽ 4 മീറ്റർ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നിന്ന് അത്യാവശ്യം നന്നായിട്ട് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ച് ഇത് എടുക്കേണ്ട വന്നോളൂ, കാരണം നല്ല വീതിയുള്ള മെറ്റീരിയലായിരുന്നു. പക്ഷെ നല്ല മെറ്റീരിയലാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്, അത്യാവശ്യം കട്ടിയുണ്ട്. ഒരു അത്യാവശ്യം നല്ല വില കൂടിയ മെറ്റീരിയലിൻ്റെ ആ ഒരു ഇതൊക്കെ ഇതിനും ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. ബോഡി മെഷർമെൻറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് 2 ടോപ്പാണ് കിട്ടിയത്, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഒരെണ്ണം ബനിയൻ്റെ ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് സൈസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരെണ്ണം എന്താ പറയുക, ഒരു ഡ്രസ്സാണ്, സോ ലൂസ് ഫിറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അതിൽ നിന്നും കറക്റ്റ് കിട്ടിയില്ല. പക്ഷേ നമ്മൾ പ്രോപ്പർ ലാസ്റ്റ് വന്നപ്പോൾ നല്ല സെറ്റായിട്ട് ഉള്ള ഇതായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടി കേട്ടോ. ഇതെനിക്ക് തയ്ച്ചെടുക്കുമ്പോൾ എന്നില്ലാത്ത ടെൻഷനായിരുന്നു. കാരണം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ക്ലോത്താണ്, മെറ്റീരിയലാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റുമോ, ഇനി തെറ്റ് പറ്റിയാൽ ശരിയാവുമോ, അത് ശരിയാക്കി എടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു വെപ്രാളായിരുന്നു കേട്ടോ. പക്ഷേ എങ്ങനെയൊക്കെയോ ആദ്യം വന്ന് ചെറുതായിട്ട് പാളിപ്പോയെങ്കിലും പിന്നെ ഞാനത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ല. പക്ഷെ നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ആ ഒരു സംഭവം വീണ്ടും തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിപ്പോൾ എന്ത് തന്നെ ജോലിയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ആ ഒരു പാറ്റേണിലോട്ട് വീണ്ടും തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ ബൂട്ടിക്കിലോട്ട് ഏറ്റവും കൂടുതൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്കേർട്ട് ആൻഡ് ടോപ്പ് ആയിരിക്കും കേട്ടോ ഓണത്തിൻ്റെ സമയത്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ വന്നിട്ടുള്ളതും ഓണത്തിൻ്റെ സമയത്തായിരുന്നു. ഓൾറെഡി ഞാൻ ടയേർഡായിരുന്നു, പിന്നെ എനിക്കിത് കൊടുത്ത് തീർക്കേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഒരുപാട് മടുപ്പൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഈ ഒരു മെഷീൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഇതിനകത്ത് എൻ്റെ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ചെയ്യാനും ഇനി പുറത്തു കൊടുക്കണ്ടല്ലോ, വെറുതെ 5 യൂറോ 10 യൂറോ ഒക്കെ കളയണേ എന്തിനാ എന്നൊക്കെ ഞാൻ ചിന്തിച്ചെങ്കിലും പക്ഷേ ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ ആയിട്ടാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത്. എൻ്റെ തയ്ച്ചത് വളരെ നിസ്സാരമാണ്. ഇതിനകത്ത് ലോക്ക് സിസ്റ്റം വരുന്നില്ല, പക്ഷേ 6 ആക്ക് പോലത്തെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ലോക്ക് ചെയ്ത് കൊടുത്തത്. കാരണം നൂല് ഇഴഞ്ഞിഴഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെക്കാനിക്സ് ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഞാനിങ്ങനെയൊക്കെ വെച്ച് വെക്കും, സെറ്റായോ വന്നോ. നമ്മൾ ഓൾറെഡി എല്ലാം ഞൊറിയൊക്കെ ഇട്ട് കൊടുത്തു, താഴത്ത് നമ്മൾ ഞൊറിയിട്ട് സെറ്റ് ചെയ്തായിരുന്നു. മുകളിലെ പാട്ടിൽ നമ്മളൊരു 2 ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്കിയും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ഫ്രില്ലോടി വെക്കാനുണ്ടായിരുന്നു, ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും കൂടി കഴിഞ്ഞ് ഒരു വള്ളിയും കൂടിയും കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കറക്റ്റ് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടല്ല, ഇതൊരു ചെറിയൊരു ലൂസിലാണ് കിടക്കേണ്ടത്. സോ നമ്മൾ ഒരു വള്ളിയും കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ സംഭവം കിട്ടി, ഇന്ന് ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ആളും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഇനി ബാലൻസ് തുണി എൻ്റെ കയ്യിലിരിപ്പുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇവിടെയാണോ കട്ട് ചെയ്യേണ്ടത്, ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പോയില്ലേ, ആ തുണിയെ വേസ്റ്റായി പോവും നമ്മൾ തെറ്റായിട്ട് എവിടെയെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ആ ഒരു ടെൻഷനായിരുന്നു. തയ്ച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി സ്റ്റിച്ച് അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിത് അടുപ്പിച്ചുള്ള സ്റ്റിച്ചാണ് കൊടുത്തായിരുന്നത്. പിന്നെ പെട്ടെന്ന് നമ്മൾ തയ്ച്ച് സെറ്റാക്കി എടുത്തു. ആദ്യം എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഇത് മോട്ടറിൻ്റെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് എനിക്ക് ഇങ്ങനത്തെ ഒട്ടും കംഫർട്ടബിൾ അല്ല കേട്ടോ. പക്ഷെ ഞാൻ ഇതുമായിട്ട് യൂസ്ഡ് ആയിട്ടോ, കുറേ തയ്ച്ചായിരിക്കാം ഇതുമായിട്ട് ഞാൻ യൂസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തും കഴിഞ്ഞ് നമുക്കിത് കയ്യിലോട്ട് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ, കസ്റ്റമർ വിചാരിച്ച പോലെ തന്നെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതായിരുന്നു. ഇത് ഓപ്പൺ ചെയ്ത് ഫുള്ളി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, അത്യാവശ്യം നല്ല ഫ്രില്ലൊക്കെ ആയിട്ട് ഫ്ലോറൽ പ്രിൻറ്റോടെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതൊരു ഫുൾ ലെങ്ത്തിൽ വന്നൊരു ടോപ്പാണ്, ഫുൾ കയ്യുമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ